ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തലവേദനയായി ചിന്നക്കനാലിൽ അരിക്കൊമ്പന്റെ കസേര പിടിക്കാൻ ചക്കക്കൊമ്പൻ ഒരുങ്ങുന്നു. അരിക്കൊമ്പന്റെ വഴിയെ ചക്കക്കൊമ്പനും അരി ഭക്ഷിക്കുവാനായി ആക്രമണം തുടർക്കഥയായതോടെ ചിന്നക്കനാൽ നിവാസികൾ വീണ്ടും പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഇലക്ഷൻ പ്രചരണവുമായി സ്ഥാനാർത്ഥികൾ ചിന്നക്കനാലിലെത്തുമ്പോൾ മുഖ്യപരാതിയായി നാട്ടുകാർ ഇപ്പോൾ ഉയർത്തിക്കാണിക്കുന്നത് ചക്കക്കൊമ്പന്റെ വിഷയമാണ്. അരി ഭക്ഷിക്കുവാനായി അരിക്കൊമ്പൻ നിരന്തരമായി ആക്രമണം നടത്തിയിരുന്ന മേഖലകളിലെല്ലാം ഇപ്പോൾ ചക്കക്കൊമ്പൻ രംഗപ്രവേശനം നടത്തുകയാണ്. അരിക്കൊമ്പൻ 12 പ്രാവശ്യം തുടർച്ചയായി തകർത്ത പന്നിയാറിലെ റേഷൻ കട തകർത്തുകൊണ്ടാണ് ചക്കക്കൊമ്പൻ ഇത്തവണ രംഗപ്രവേശനം ചെയ്തത്. അരിക്കൊമ്പനെ മാറ്റിയ ശേഷം വൈദ്യുത ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച റേഷൻ കടയാണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ തകർത്തത്. ഇതിനുശേഷം 301 കോളനിയിലെത്തി വീട് തകർത്ത് ഭക്ഷ്യധാന്യങ്ങൾ ആന അകത്താക്കി. അരിക്കൊമ്പനെ മേഖലയിൽ നിന്നും മാറ്റുന്ന സമയത്ത് ചക്കക്കൊമ്പനും മുറിവാലിനും റേഡിയോ കോളർ ഘടിപ്പിക്കുമെന്നും ആന ജനവാസ മേഖലകളിലേക്ക് കടക്കാതിരിക്കാൻ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചതാണ്. എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണവുമായി എത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഇവർക്ക് പറയുവാൻ ഈ പരാതി മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ സമയത്തെത്തുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. ഇനി എങ്ങനെ ജീവിക്കുന്ന പോലും അറിയില്ല. ഓരോരുത്തരുടെ വീട് ഇങ്ങനെ ഇടിക്കുവാണെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഇടിക്കുവാണെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഈ അധികാരികളൊക്കെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ആരും അന്വേഷിക്കാനില്ല. ഞങ്ങളെ പോർഷകാരെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രം പോർഷകാർ വന്ന് നോക്കും, പിന്നെ ഒന്നുമില്ല. ഇവിടുന്ന് ആനേനെ പിടിച്ചോണ്ട് പോകണം, ഇത് റവന്യൂ ഭൂമിയാണല്ലോ, ഇവിടുന്ന് ആനേനെ പിടിച്ചോണ്ട് പോകണമെന്ന് പോലും പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. ആനേനെ എങ്ങോട്ടാ പിടിച്ചോണ്ട് പോകണമെന്ന്. അപ്പൊ ഞങ്ങൾക്ക് സോളാർ ഇട്ട് തരാൻ പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് സോളാർ പോലും ഇല്ല. ബാക്കി എല്ലായിടത്തും സോളാർ ഇട്ട് കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഈ 301 മാത്രം ഒഴിവാക്കി. ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങളെ പറയാൻ അധികാരം ആരുമില്ല, രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇല്ലെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ വോട്ടിന് മാത്രം രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കയറി വരും. എന്തുകൊണ്ടാണ് നമ്മളെ മാത്രം ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധമുയർത്തുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ തീരുമാനിച്ചിട്ടുള്ളത്. അടിയന്തരമായി ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.